ഹിന്ദുമതത്തെ അപമാനിക്കുന്ന വിവരദോഷികളായ എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്. ഏവർക്കും സ്വാഗതം. ഹിന്ദുമതത്തെ പറ്റി വേണ്ടത്ര അറിവില്ല എങ്കിലും ബഹുമാനത്തോടെ സന്തോഷത്തോടെ ചിന്തിക്കുകയും കുറച്ചൊക്കെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് ആശയവിനിമയം അല്ലെങ്കിൽ ആശയ സംസർഗം പാലിക്കുവാൻ താല്പര്യപ്പെടുന്നത്. വളരെ നിരാശയോടും ലജ്ജയോടും അല്പം അങ്കലാപ്പോടും കൂടെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരവസ്ഥ നിങ്ങൾ സൃഷ്ടിച്ചതിനെ പറ്റി ഇങ്ങനെ രണ്ട് വാക്ക് പറയേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ ധാരണയിൽ ഒരു പക്ഷേ ഹിന്ദുമതത്തെ സംരക്ഷിക്കുന്ന ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസം പാലിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും തല്ലുകയും ഒക്കുമെങ്കിൽ കൊല്ലുകയും ഒക്കെ ചെയ്യാനായി ഇറങ്ങിത്തിരിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഹിന്ദുമതത്തിന് സംരക്ഷകരെ ആവശ്യമുണ്ടോ? കാരണം ബലഹീനമായതിന് മാത്രമേ സംരക്ഷകരെ ആവശ്യമുള്ളൂ. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നു. എന്നാൽ നല്ല വളർച്ച പറ്റിയ ശാരീരിക ബലമുള്ള ആളുകളെ നമ്മൾ അങ്ങനെ സംരക്ഷിക്കാറില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിന് അകത്ത് അടച്ചൊക്കെ ഇടുന്നു. എന്നാൽ വളർച്ച മുറ്റിയ ഒരാളിനെ നമ്മളങ്ങനെ അടച്ചിടാറില്ല. അവർ വെളിയിൽ പോയി ലോകത്തിലെ വിവിധമായ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വളർച്ച പ്രാപിക്കേണ്ടവരും മാത്രമല്ല അവരുടെ കഴിവനുസരിച്ച് മനുഷ്യരാശിക്ക് സംഭാവന ചെയ്യേണ്ടവരുമാണ്. അതാണ് ആരോഗ്യപരമായ അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ ആദ്യമേ ചോദിക്കേണ്ട ചോദ്യം, ഹിന്ദുമതത്തിന് സംരക്ഷകരായി നിങ്ങളെ ആവശ്യമുണ്ടോ? ഹിന്ദുമതം അത്ര ബലഹീനമാണ്. കാരണം എത്രയോ ദശകങ്ങളായി, എത്രയോ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി വിവിധമായ വെല്ലുവിളികൾ വളരെ ആത്മധൈര്യത്തോടെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഹിന്ദുമതം, സനാതന മതം ഭാരതത്തിൽ വളരെ അഭിമാനത്തോടു കൂടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അത് ബലഹീനമായി പോയി എന്നും ന്യൂനപക്ഷമായ ചില ആളുകൾ വ്യത്യസ്തമായ മതങ്ങൾ ഇവിടെ ആചരിക്കുന്നത് കൊണ്ട് ഹിന്ദുമതം ഇവിടെ ഒന്ന് നശിച്ചു പോകും എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഹിന്ദുമതത്തോടുള്ള കൂറോ ബഹുമാനമോ ആത്മധൈര്യമോ അല്ല പ്രകടിപ്പിക്കുന്നത്. ഹിന്ദുമതത്തിൻ്റെ പ്രസക്തിയെപ്പറ്റിയും അതിൻ്റെ അന്തസ്സത്തെപ്പറ്റിയും പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള അതിൻ്റെ അതിജീവന ശക്തിയെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല എന്നും നിങ്ങളുടെ സംരക്ഷണമില്ലെങ്കിൽ ഈ വലിയ ആത്മീയ പാരമ്പര്യം പപ്പടം പോലെ പൊടിഞ്ഞു പോകും എന്ന അടിസ്ഥാനരഹിതമായ തെറ്റിദ്ധാരണയിൽ മാത്രമല്ലേ നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുക, ഇങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും. ഇത് ചിന്തിക്കുന്ന ഹിന്ദുക്കൾക്ക് തീർച്ചയായും ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കും. നിങ്ങൾ ഹിന്ദുമതത്തെ സംരക്ഷിക്കുകയല്ല, നിങ്ങൾ ഹിന്ദുമതത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള മതങ്ങൾ അവ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമനുസരിച്ച് പ്രവർത്തിച്ചാൽ ഹിന്ദുമതം നശിച്ചു പോകുമെന്ന് പറയണമെങ്കിൽ ഹിന്ദുമതത്തിൽ അത്രമാത്രം അവിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധ്യമാകൂ.
അപ്പോൾ ദയവായി നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിക്കണം. നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ അനന്തമായ പ്രസക്തി, അൺഎൻഡിങ് റെലവൻസ്, ഹിന്ദുമതത്തിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ വിശാലത, അതിൻ്റെ അനുഭവങ്ങളുടെ സമ്പത്ത്, അതിൻ്റെ സാഹിത്യത്തിൻ്റെ മേന്മ, ഇവ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ സംരക്ഷിക്കാനായിട്ട് വാളും കഠാരയും കൊണ്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തിനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കൂട്ടാക്കിയിട്ടുണ്ടോ? ദയവായി നിങ്ങളോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും കരുതലിലും ഞാൻ നിങ്ങളോട് പറയണം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ടും അവസാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദീർഘിപ്പിക്കുന്നില്ല, രണ്ടാമതായും അവസാനമായിരിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്രിസ്ത്യാനികളോട് വളരെ ധിക്കാരത്തോടെ ചോദിക്കുന്നു, യേശുവിൻ്റെ ജനനം ഇങ്ങനെയാണോ അങ്ങനെയാണോ, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഒരു മതം ഇവിടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്, വിദേശത്തെ ഒരു പുസ്തകം ഇവിടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. എൻ്റെ സുഹൃത്തെ, ഇതിനെ സംബന്ധമായിട്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിദേശത്തുള്ളതിനോട് വെറുപ്പുണ്ടോ? എന്തുകൊണ്ടാണ് ഭാരതത്തിൽ നിന്ന് ഇത്രയധികം ആളുകൾ, അതിൽ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുക്കളാണ്, ഈ ആർഷഭാരതത്തിൻ്റെ ഈറ്റില്ലത്തിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനായിട്ട് തത്രപ്പെടുന്നത് എന്തെല്ലാം വിധത്തിലാണ്? അപ്പോൾ വൈദേശികമായതിനോട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വെറുപ്പുണ്ട്. വൈദേശികമായ കാര്യങ്ങൾ കൊണ്ടല്ലേ നമ്മൾ പ്രധാനമായും ഇപ്പോൾ അഭിമാനിച്ച് നടക്കുന്നത്. ഈ റഫേൽ യുദ്ധവിമാനം ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ഒരു പൊടിപ്പ്? നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് റഫേൽ വിമാനമാണ്. 5 വിമാനം റഫേൽ വിമാനം ഇവിടെ വന്നപ്പോൾ ചൈന ഞെട്ടി വിറച്ചുപോയി എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഒത്തിരി തള്ളിയതാണ്. നിങ്ങൾ മറന്നുപോയി കാണും. നമ്മുടെ ഏറ്റവും നല്ല ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയതല്ലല്ലോ, അത് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, S-400 സിസ്റ്റം അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏത് പടക്കോപ്പുണ്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ? നമ്മുടെ ഇടയിലുള്ള ടെക്നോളജി വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ ഉപയോഗിക്കുന്ന കാറും, നിങ്ങളിൽ പല ആളുകളും ഭക്ഷിക്കുന്ന ഭക്ഷണം പോലും, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ഞാൻ കേരളത്തിൽ തന്നെ ഹിന്ദുക്കളുടെ മക്കൾ സംസാരിക്കുന്നത്, ഈ പുതിയ തലമുറ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരാരും മലയാളമല്ല സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, വിദേശത്ത് പോയി ഹിന്ദുമതം പ്രചരിപ്പിക്കാനായി നിങ്ങൾ നന്നേ അധ്വാനിക്കുന്നില്ലേ? ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ preparatory meeting for World Summit on Sustainable Development, അതിൽ പങ്കെടുക്കാനായി ബാലി, ഇന്തോനേഷ്യയിൽ പോയി. അന്ന് അവിടെ ഞാൻ ആയിരിക്കുമ്പോൾ വിശ്വഹിന്ദു പരിഷത്തിലെ ഒരു സുഹൃത്ത് എന്നെ വന്ന് കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതിനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്? ഹിന്ദു യൂണിവേഴ്സിറ്റി. അത് ബാലിയിൽ വിശ്വഹിന്ദു പരിഷത്ത് സ്ഥാപിച്ചാണ്. ഇവിടെ കേരളത്തിലെത്തവർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ 2000-ൽ മില്ലേനിയൽ പീസ് കോൺഫറൻസ് യുണൈറ്റഡ് നേഷൻസ് ന്യൂയോർക്കിൽ പങ്കെടുക്കാൻ പോയപ്പോൾ 3 ദിവസത്തെ കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പിന്നെ 3-4 ദിവസം കൊണ്ട് താമസിച്ചു. ആ സമയത്ത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആളുകളുടെ കൂടെ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഹിന്ദു മതം പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അമ്പലങ്ങൾ പണിയാനുള്ള പദ്ധതികൾ
അവർ ഡിസ്കസ് ചെയ്തതും പണം പിരിക്കുന്നതും കാണുകയും അതിനുശേഷം അനേകം അമ്പലങ്ങൾ അവിടെ പണിതായിട്ടറിയുകയും ചെയ്യുന്നതാണ്. അവർ നിങ്ങളെപ്പോലെയുള്ള ഒരു നിലപാട് നിങ്ങളോടെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് വേണ്ട, അതുപോലും ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഈ നിലപാട് യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൻ്റെ അന്തസത്തയ്ക്ക് യോജിക്കുന്നതാണ്. വസുധൈവ കുടുംബകം എന്നതാണ് ഹിന്ദു മതത്തിൻ്റെ ആത്മീക ഹൃദയത്തുടിപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. ഞാൻ മഹാത്മാഗാന്ധിയിൽ നിന്നും സ്വാമി വിവേകാനന്ദയിൽ നിന്നും സ്വാമി അഗ്നിവേശിൽ നിന്നും അങ്ങനെ അനേകരിൽ നിന്നും പഠിച്ചത് അങ്ങനെയാണ്. ഈ ലോകം മുഴുവൻ തറവാടാണെന്ന് പറയുകയും ക്രിസ്തു ജനിച്ചത് പാലസ്തീനിലാണ്, അതുകൊണ്ട് ഇവിടെ കയറ്റരുതെന്ന് പറയുകയും ചെയ്യുന്നതിൽ അല്പം പന്തികേടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ആലോചിക്കുന്നത് പാപമല്ലല്ലോ. തലച്ചോറ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ മാപ്പ് പറയും. തലച്ചോറില്ല, ചിന്തിക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ പോയിന്റിൽ രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓടി നടന്ന് ക്രിസ്തീയ ദേവാലയങ്ങൾ അവിടെ കലക്കമുണ്ടാക്കുന്നു, അവിടുത്തെ സാധനങ്ങൾ ഇടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ച് കളയുന്നു, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏത് തെമ്മാടിക്കും ഇത് ചെയ്യാൻ കഴിയും. ഒരു മനുഷ്യ വേണ്ട, നിങ്ങൾ ഒരു 10 മൂരിക്കാളെ വിട്ടാലും, ഇപ്പോൾ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന സ്ഥലത്തോട്ട് ഒരു 10 മൂരിക്കാളെ അഴിച്ചു വിട്ടാലും അവരിത് ചെയ്തു തരും. നിങ്ങളായിട്ട് അതിന് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്ത്യാനികളെ ഓടി നടന്ന് തല്ലുന്നതിനും കൊല്ലുന്നതിനും പകരം ഹിന്ദു മതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥവും മാഹാത്മ്യവും എന്താണ് എന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകത്തക്കവണ്ണം എന്തെങ്കിലും ഒരു ദൗത്യം സ്വീകരിച്ചുകൂടെ? ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതറിയാൻ താല്പര്യമുള്ള എന്നെ പോലെയുള്ള അനേക ക്രിസ്ത്യാനികൾക്ക് ബോധ്യം വരത്തക്കവണ്ണം ഹിന്ദു മതത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും മാഹാത്മ്യവും എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ആക്കി കൊടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതല്ല ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലത്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നാത്തതിൻ്റെ കാര്യമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഒന്നാമത് ഹിന്ദുമതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. മഹാത്മാഗാന്ധി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ ജ്വരം പിടിക്കും, എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നല്ല ഹിന്ദു ആയതുകൊണ്ട് ഒരു നല്ല ക്രിസ്ത്യാനിയും ഒരു നല്ല മുസ്ലിമും ഒരു നല്ല സിഖുകാരനും അങ്ങനെ എല്ലാമായി തീരാൻ എനിക്ക് കഴിയും. അതാണ് ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മേന്മ. ഹിന്ദുമതത്തിൻ്റെ അന്തസ്സത്തെ അതാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അയ്യോ കഷ്ടം. അതുകൊണ്ട് സകാരാത്മകമായി ചിന്തിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പറ്റിയ അക്കടി ഞാനീ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറ്റിയ അക്കടി, ക്രിസ്തു മതത്തിൻ്റെ ഭൂതം നിങ്ങളെ പിടിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ അക്കടി. ക്രിസ്തുവിൻ്റെ അല്ല, ക്രിസ്തു മതത്തിൻ്റെ ഭൂതം നിങ്ങളെ പിടിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ അക്കടി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ തീർച്ചയായും അറിയുന്ന കാര്യമാണ്, ക്രിസ്തു പാശ്ചാത്യനല്ലായിരുന്നു. അദ്ദേഹം ഏഷ്യയിലാണ്, പാലസ്തീനിലാണ് ജനിച്ചത്. യേശുവിൻ്റെ ദർശനം ഹിന്ദുമതത്തിൽ പറയുന്നത് പോലെ, വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ, അതിന് സമാന്തരമായി ദൈവരാജ്യം എന്ന സങ്കല്പമാണ്. എന്താണ് ദൈവരാജ്യം? അതിർത്തികളില്ലാത്ത രാജ്യം, എല്ലാവരെയും തുല്യമായി ഉൾക്കൊള്ളിക്കുന്ന രാജ്യം, കയ്യൂക്കിൽ നിന്ന് സ്നേഹത്തിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു വിശ്വദർശനം. ഈ ദർശനത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നാകാം. അതായത് ഹിന്ദുവിൻ്റെ വസുധൈവ കുടുംബകം എന്ന വിശ്വദർശനത്തിലും ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം എന്ന ദർശനവും ഒന്നായിത്തീരാം. പക്ഷെ ഒന്നാകണമെങ്കിൽ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും കണ്ണു തുറക്കണം. കണ്ണ് തുറക്കാത്തതിൻ്റെ കാര്യം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ പിടിച്ചിരിക്കുന്ന രോഗം വളരെ നാളുകൾക്ക് മുൻപ് ക്രിസ്ത്യാനികളെ പിടിച്ചു.
ക്രിസ്ത്യാനിയെ അന്ന് പിടിച്ച രോഗം ഇപ്പോൾ നിങ്ങളെ പിടിച്ചിരിക്കുന്നു. ഇത് മാത്രമാണ് വ്യത്യാസം. എന്താണ് ക്രിസ്ത്യാനിയെ അന്ന് പിടിച്ച രോഗം? ക്രിസ്തുവിൻ്റെ മാർഗം സഞ്ചരിച്ച് പാശ്ചാത്യ സംസ്കാരത്തിലെത്തിയപ്പോൾ അവിടുത്തെ പ്രത്യേകതയായിരുന്നു സർവ്വലോകത്തെയും കയ്യൂക്കിൻ്റെ കണ്ണിൽ കൂടെ കാണുക, പവർ. പാശ്ചാത്യ സംസ്കാരത്തെ ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എനിക്ക് ബോധ്യമുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഹൃദയം ബലമാണ്, പവർ എന്ന് പറയും, പവർ, ശക്തി. അത് മനസ്സിലാക്കാതെ പാശ്ചാത്യ സംസ്കാരത്തെയും ലോകദർശനത്തെയും, വേൾഡ് വ്യൂ എന്ന് പറയും, മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പം ലോകത്തെ മുഴുവനും ഒന്നായി കാണണമെന്നും ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്നും അന്യത്വം ഇല്ലാതാക്കണമെന്നും മനുഷ്യജാതി ഒന്നായി തീരണമെന്നും ഒക്കെ ഉദാത്തമായ ദർശനം കണ്ട യേശുവിൻ്റെ വഴി അങ്ങ് പാശ്ചാത്യ സംസ്കാരത്തിൽ എത്തിയപ്പോൾ അതിൻ്റെ ആത്മാവ് മാറ്റിയിട്ട് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പൈശാചികമായ തത്വം അത് സ്ഥാപിച്ചു. അങ്ങനെയാണ് ക്രിസ്ത്യൻ ഇമ്പീരിയലിസം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊളോണിയലിസം, കോളനി വാഴ്ചയുടെ ഭാഗമായി മിഷണറിമാർ വേണ്ടത്ര വകതിരിവില്ലാത്തതുകൊണ്ട് ആ കോളനി വാഴ്ചയുടെ ബലം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ബുദ്ധിരഹിതമായി പ്രവർത്തിച്ച് ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ഇല്ലെന്ന് ഞാൻ പറയില്ല, അത് ചരിത്രപരമായ വസ്തുതയാണ്. പക്ഷെ അതേസമയം തന്നെ ഇതേ മിഷണറി പ്രവർത്തനം കൊണ്ട് അനേക ആളുകൾക്ക് വലിയ വലിയ നന്മയും ഉണ്ടായിട്ടുണ്ട്. അതില്ല എന്ന് നിങ്ങളും പറയില്ല എന്നത് എനിക്കറിയാം. കാരണം നിങ്ങളുടെ പല ആളുകളുടെ മക്കൾ ഇപ്പോഴും പഠിക്കുന്നത് ക്രിസ്ത്യാനികളുടെ സ്കൂളിലാണ്. അതിൽ ഒട്ടുമുക്കാലും ക്രിസ്ത്യൻ മിഷണറിമാർ ദീർഘനാൾക്ക് മുൻപ് സ്ഥാപിച്ച നല്ല നല്ല സ്കൂളുകളും പിന്നെ ഹോസ്പിറ്റലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നന്മ നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എന്നും നിങ്ങൾ പറയില്ല, നിങ്ങൾ അല്പം സത്യസന്ധത കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാശ്ചാത്യ സംസ്കാരവുമായി സങ്കരണത്തിലേർപ്പെട്ട ഈ ഒരു ആത്മീയ ദർശനത്തിന് കാര്യമായ പാളിച്ചയുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് തന്നെ അറിയാൻ വയ്യാത്ത കാര്യം, അവൻ്റെ സഭകളിൽ കൂടെ അവൻ നേടിയെടുത്ത അറിവ്, ക്രിസ്തു മതത്തെ പറ്റിയുള്ള അറിവ്, ക്രിസ്തു മാർഗവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ്. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ പറയേണ്ടത് ക്രിസ്തു പലസ്തീനിൽ ജനിച്ചത് കൊണ്ട് സ്വീകാര്യമല്ല എന്നതല്ല, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഇപ്രകാരമുള്ള അവിശ്വസനീയമായ ചില കഥകളൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് എന്നതല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് ഞാൻ പറയുന്ന കാര്യമാണ്. അതായത് ക്രിസ്ത്യാനികൾ ഇപ്പോൾ അറിയുന്ന ക്രിസ്തു യഥാർത്ഥത്തിലുള്ള ക്രിസ്തു അല്ല. അത് കോളനി വാഴ്ചയുടെ ക്രിസ്തുവാണ്. അത് ഭൗതികമായി ഒന്ന് മെരുക്കിയെടുത്ത ക്രിസ്തുവാണ്. സുവിശേഷത്തിലെ ക്രിസ്തുവിനെ അറിയുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്ത് എങ്ങുമില്ല ഇത് ഞാൻ പറയുന്നതല്ല. ഇത് ആദ്യമായി പറഞ്ഞത് ഏതാണ്ട് 1170 വർഷങ്ങൾക്ക് മുൻപ് ഡെൻമാർക്കിൽ ജീവിച്ച ഉദാത്തമായി ചിന്തിക്കുന്ന ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സോറൻ കീർക്കെഗാർഡ് എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദർ ഈസ് നോട്ട് എ സിംഗിൾ ക്രിസ്ത്യൻ ഇൻ ക്രിസ്ത്യൻഡം. ക്രിസ്തു ലോകത്തിൽ എവിടെ എങ്കിലും ഒരു ക്രിസ്ത്യാനിയെ കാണാൻ സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നതിന് 170 വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞ മഹാനായ ചിന്തകൻ്റെ പേരാണ് സോറൻ കീർക്കെഗാർഡ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഭാരതത്തിൽ ഇപ്പോൾ രാമഭക്തിയാണല്ലോ. രാമൻ മര്യാദാപുരുഷോത്തനാണ്. ഈ മര്യാദാപുരുഷോത്തമൻ്റെ പേരിലാണ് അപമര്യാദയായിട്ട് നിങ്ങൾ പെരുമാറുന്നത്. അത് വളരെ അഭിമാനത്തോടുകൂടി. ഈ വിരോധാഭാസം ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഒന്നുപോലെ നിൽക്കുകയാണ്. നിങ്ങൾ വാസ്തവത്തിൽ ഹിന്ദു മതത്തിൻ്റെ ആത്മാവിനനുസരിച്ചല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ക്രിസ്തു മതത്തിൻ്റെ ആത്മാവിൽ കൂടെയാണ് ക്രിസ്ത്യാനികളോട് ഇപ്പോൾ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്. നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധികളായിട്ടേ അല്ല, നിങ്ങൾ ക്രിസ്തു മതത്തിൻ്റെ ഭൂതം ബാധിച്ചവരായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. യാതൊരു സംശയവും എൻ്റെ മനസ്സിലില്ല. അവിടെ ദയവായി നിങ്ങൾ ഈ തെറ്റ് തിരിച്ചറിയണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തെ, ഹിന്ദു
ആത്മീയ ദർശനത്തെ വിലമതിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും സാമർഥ്യത്തോടെ പ്രചരിപ്പിക്കുക, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും പ്രചരിപ്പിക്കുക. അതിലുള്ള നല്ല അംശങ്ങൾ പ്രാപിക്കാനുള്ള അവസരങ്ങൾ ധാരാളമായി അവർക്ക് പ്രദാനം ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ടെലിവിഷൻ ചാനൽ, ഒരു 100 യൂട്യൂബ് ചാനൽസ് തുടങ്ങി ഹിന്ദുമതത്തിൻ്റെ ആത്മീയമായ ദർശനം, ഇപ്പം ആചാരാനുഷ്ഠാനങ്ങൾ എനിക്ക് യാതൊരു താല്പര്യമില്ല, യാഗം കഴിച്ചു അല്ലെങ്കിൽ മന്ത്രം ചൊല്ലി കിന്ത്രം ചൊല്ലി, അതുകൊണ്ട് റിച്വൽസ് കൊണ്ട് മനുഷ്യർക്ക് ഒരു പ്രയോജനവുമില്ല, അത് മനുഷ്യൻ തലച്ചോറിനെ പോച്ചു കളയാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിപ്പം ഹിന്ദുമതമാണെങ്കിലും ക്രിസ്തുമതമാണെങ്കിലും ഒരു റിച്വൽ കൊണ്ടും ഒരു ആചാരക്രമം കൊണ്ടും മനുഷ്യന് ഒരു മേന്മയും ഉണ്ടാകുകയില്ല. മതത്തിൻ്റെ ഏറ്റവും പ്രയോജനമുള്ള ഭാഗം ഗാന്ധി പറഞ്ഞതുപോലെ, വിവരമുള്ളവരെല്ലാം പറയുന്നത് പോലെ, അതിൻ്റെ ധാർമ്മികമായ ഉള്ളടക്കമാണ്. ദ എത്തിക്കൽ കണ്ടന്റ് എന്ന് പറയും. ഹിന്ദുമതം നിഷ്കർഷിക്കുന്ന ധാർമ്മികമായ ദർശനം എന്താണ് എന്നത് ഏറ്റവും സ്പഷ്ടമായി അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള സഹായം എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള അനേകം ആളുകളുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് സഹായമായി തീരത്തക്കവണ്ണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കാത്തത്? ഹിന്ദുമതത്തെപ്പറ്റി ഇത്രമാത്രം വീര്യം കാണിക്കുന്ന നിങ്ങൾ, അല്ല, ഹിന്ദുമതത്തിൻ്റെ വീര്യം മറ്റുള്ളവരുടെ എല്ലാം ഒടിക്കുന്നത് മാത്രമാണ്, മറ്റുള്ളവരുടെ ആരാധനാലയം കൊലപ്പെടുത്തുന്നത് മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിന് നിങ്ങൾ മെനക്കെടണ്ട. 10 പട്ടിയെ ട്രെയിൻ ചെയ്തു അല്ലെങ്കിൽ 10 മൂരിക്കാളെ അങ്ങോട്ട് അഴിച്ചു വിട്ടാൽ മതി. വേണ്ട, ഒന്നും വേണ്ട, ഒരു പാമ്പിനെ കൊണ്ട് അങ്ങോട്ട് വിട്ടാൽ മതി. അത് സമർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയേക്കാൾ ചെയ്ത് കൈത്തരും. നിങ്ങൾ മെനക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നിങ്ങൾ ഒരാൾ ചെന്നൊരു പാമ്പിനെ അങ്ങോട്ട് വിട്ടു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വലിയ ഗമയൊന്നും കാണിക്കേണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കുകയാണ്, നിങ്ങൾ വെറും കാടന്മാരാണെന്ന് തെളിയിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ നാറ്റിക്കരുത്. ലോകത്തിൻ്റെ കണ്ണിൽ ഈ ഭാരതത്തെ നിങ്ങൾ അപമാനിക്കരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥനയുള്ളവനുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെപ്പറ്റി അഭിമാനമുണ്ടാകുക ന്യായമാണ്, അത് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ ആ അഭിമാനം നിങ്ങളുടെ മതം എന്താണ് എന്ന അറിവിൽ കൂടെ വേണ്ടേ? അതിൻ്റെ നന്മ എന്താണ്, അതിൻ്റെ മാഹാത്മ്യം എന്താണ്, അതിൻ്റെ മാനവികത എന്താണ്, അതിൻ്റെ ധാർമ്മികമായ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ എന്താണ് പറയുന്നത് ഫിലോസോഫിക്കൽ ഗ്രേറ്റ്നെസ് എന്താണ്, ഇതൊന്നും അറിയാതെ ഹിന്ദുമതത്തെ സംരക്ഷിക്കാനായിട്ട് എന്താണ് പറയുന്നത് കയ്യൂക്കൊണ്ട് മാത്രം മതി എന്ന വിധത്തിൽ മൂരിക്കാളയെ പോലെ ഇറങ്ങി തിരിക്കുന്നത് ശരിയാണോ? അത് നാണക്കേടല്ലേ? നിങ്ങൾക്ക് പറ്റിയ പണിയാണ്. അല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണല്ലോ, പരിഷ്കൃത ലോകത്തിൽ ജീവിക്കുന്നവരാണല്ലോ, ഗുഹാമനുഷ്യരൊന്നും അല്ലല്ലോ നമ്മളാരും തന്നെ. അപ്പോൾ ദയവായി നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് പരസ്പരം ഒരുമിച്ചിരുന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ആത്മീയമായ വിജ്ഞാനം, അറിവുകൾ പങ്കിടുവാനും അവയിൽ മെച്ചമായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആദാൻ പ്രദാൻ എന്ന് ഹിന്ദിയിൽ പറയും. ആദാൻ പ്രദാൻ, കൊടുക്കൽ വാങ്ങലുകൾ, അറിയാനും അറിയിക്കാനും എന്ന് നാരായണ ഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നതാണ് പരിഷ്കൃത ലോകത്തിലെ നിലപാട്. നിങ്ങൾ കിരാതമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഹിന്ദുമതത്തെ ഈ ചെറിയ ഒരു സമൂഹത്തിൽ നിന്ന് സംരക്ഷിക്കാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഹിന്ദുമതത്തെ അപമാനിക്കാൻ ഒന്നുമില്ല എന്നത് ദയവായി തിരിച്ചറിയണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.